പഞ്ചവാദ്യത്തിൽ കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രമാണിയാണ്. അദ്ദേഹം പഞ്ചവാദ്യത്തിൽ പഞ്ചാരി പഞ്ചവാദ്യം എന്ന് ഉള്ള ഒരു നൂതന രീതി തുടങ്ങിവെച്ച ആളാണ്. അതിൻ്റെ സംവിധായകനാണ് ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി. കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സോദാഹരണ പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹവും സംഘവും ഇവിടെ നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. എല്ലാവരെയും വിനീതമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ്റെ അശീതി പിറന്നാൾ ആഘോഷിച്ച് വരികയാണ്. വരുന്നത് സ്കൂളിലേക്ക് കുട്ടികളുടെ അടുത്തേക്കാണ് വരുന്നത്. സ്വാഭാവികമായി ഞാൻ പോരുമ്പോൾ തന്നെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു ശിഷ്യനായി, അതായത് ഈ പ്രായമൊക്കെ മറന്നൊരു കുട്ടിയായി തയ്യാറെടുത്തും കൊണ്ടാണ് വരുന്നത്. വന്നതും സ്കൂളിലേക്കാണ്. വളരെ വൃത്തിയായി, സ്കൂളൊക്കെ വളരെ പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാനും ഒരു കുട്ടിയായോ എന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാലും വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് വന്ന് കയറിയത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം. അതാദ്യം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളിവിടെ ഇപ്പോൾ ഈ കുട്ടികൾ പഞ്ചവാദ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പ്രഭാഷണം നടത്താനും പഞ്ചവാദ്യത്തെ പരിചയപ്പെടുത്താനുമാണ് ഇതിൻ്റെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അത് കൊട്ടുകൾ ഉള്ളതാണ്. നമ്മുടെ കേരളീയ കലയിൽപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട കേരളീയ കലയിൽപ്പെട്ട ഒരു കലാരൂപമാണ് പഞ്ചവാദ്യം. കൊട്ടുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കേരളീയരുടെ തനതായുള്ള ഒരു കലാരൂപമാണ് പഞ്ചവാദ്യം. അതുകൊണ്ട് തന്നെ പഞ്ചവാദ്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരെ മറിച്ച് കുട്ടികൾ കേൾക്കുകയാണെങ്കിലോ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇനി എന്തായാലും പഞ്ചവാദ്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം നമുക്ക് പറയാൻ ശ്രമിക്കാം. അതിൽ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിച്ചു വരാം. ഇതിൻ്റെ കണക്കുകളൊക്കെ പറയേണ്ടി വരും. എങ്കിലും പരമാവധി ലളിതമായി പറയാൻ ശ്രമിക്കാം. സാധാരണഗതിയിൽ പഞ്ചവാദ്യത്തിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയോട് കൂടിയിട്ട് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ നേരത്തേക്ക് ഉള്ള ഒരു പ്രോഗ്രാമായാൽ, അല്ലെങ്കിൽ അത്രയും നേരത്തേക്ക് പറയാനുണ്ടാവും. ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ പഞ്ചവാദ്യം പഠിക്കണമെങ്കിൽ 3, 4, 5 കൊല്ലങ്ങൾ വേണ്ടി വരും. പഞ്ചവാദ്യം കൊട്ടാൻ പഠിക്കണമെങ്കിൽ അതായത് കൃത്യമായി അത് പഠിക്കണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷേ നമുക്കതിനെപ്പറ്റി ചെറിയ തോതിലെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പഞ്ചവാദ്യത്തെ അത് പറയുക മാത്രമല്ല, അതിൻ്റെ ആ ഓരോരോ കുട്ടികളുടെ സമ്പ്രദായം കാണിച്ചു തരാൻ കലാമണ്ഡലത്തിൽ നിന്ന് തിമിലയിലും മദ്ദളത്തിലും ഇലത്താളത്തിലും അവിടെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളെപ്പോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ അവർ കാണിച്ചു തരും. അവരും വിദ്യാർത്ഥികളാണ്.
പക്ഷേ ഇവിടെ മദ്ദളവും തിമിലിയും ഇലത്താളവും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൽ പഞ്ചവാദ്യം ആവണമെങ്കിൽ കൊമ്പും വേണം, ഇടയ്ക്കയും വേണം. അതും കൂടെ ആയാലാണ് പഞ്ചവാദ്യം ആവുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ ഇന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഒരു സാമാന്യ വിവരം തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇവരെ കൂട്ടി വന്നിട്ടുള്ളത്. കൊമ്പ് വരുന്നതേ ഉള്ളൂ, വന്നാൽ അതിനെ പറ്റിയിട്ടും പറയാം. എങ്ങനെയായാലും പഞ്ചവാദ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയാം. ഇവിടെ ഇന്ന് നമുക്ക് ഇവിടെ വന്ന ഇവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇവർ മദ്ദളം വായിക്കുന്നത് രാമദാസൻ, കലാമണ്ഡലത്തിലെ MA സ്റ്റുഡൻ്റാണ്. മറ്റേ തിമില വായിക്കുന്നത് വിഷ്ണു, MA സ്റ്റുഡൻ്റാണ്. ബിലഹരി MA സ്റ്റുഡൻ്റാണ്. രാഹുൽ, അയാൾ ഇലത്താളക്കാരനല്ല, തിമിലക്കാരൻ തന്നെയാണ്. നമ്മുടെ ഈ ഡെമോണിക്ക് വേണ്ടിയിട്ട് തൽക്കാലം അദ്ദേഹത്തിന് അയാളെ കൊണ്ടുവന്നതാണ്. അവരെല്ലാവരും കൂടി നമുക്ക് ഒരു നല്ല ഒരു ശ്രവ്യ വിരുന്ന് ഒരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയായാലും നമുക്ക് പഞ്ചവാദ്യത്തെക്കുറിച്ച് ഒരു ആമുഖം തുടങ്ങാം. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മോനറിയോ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ? അറിയോ? 5 വാദ്യങ്ങൾ അടങ്ങിയതാണ്. 5 വാദ്യങ്ങൾ അടങ്ങിയതാണ് പഞ്ചവാദ്യം. 5 വാദ്യങ്ങൾ എന്നാണോ പറയേണ്ടി വരിക? ഇപ്പോൾ തിമില മാത്രം, അതാണ് തിമില. ഇതാ ആ ചേട്ടൻ മടിയിൽ വെച്ചിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്, കാണാൻ തിമില. 5 തിമിലകളായാൽ 5 വാദ്യമായി. അപ്പോൾ പഞ്ചവാദ്യമാവുമോ? ഇല്ല. പഞ്ചവാദ്യത്തിന് അപ്പോൾ മറ്റു വാദ്യങ്ങൾ വേണം. തിമില വേണം, മദ്ദളം വേണം, ഇലത്താളം വേണം, കൊമ്പ് വേണം, ഇടയ്ക്ക വേണം. അതാണ് 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങൾ. ആ 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. എങ്ങനെയാണ്, ഏത് തരത്തിൽപ്പെട്ട വാദ്യങ്ങളാണ് ഈ 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങൾ എന്നുള്ളതിന് അതിന് സാധാരണഗതിയിൽ പറയുന്നുണ്ട്. വാദ്യങ്ങളെ പറ്റിയിട്ട് പറയുന്ന കൂട്ടത്തിൽ സാധാരണഗതിയിൽ അതിന് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ തതം ച വിതതം ചൈവ ഘനം സുഷിരമേവ ച, അങ്ങനെ ഒരു വചനം അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിലെ ഭാഗമാണ്. തതം, വിതതം, ഘനം, സുഷിരം, അങ്ങനെ 4 തരത്തിൽപ്പെട്ട വാദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തതവാദ്യം എന്ന് പറഞ്ഞാൽ തുകൽ വാദ്യം. തുകൽ വാദ്യം എന്ന് പറഞ്ഞാൽ ചർമ്മവാദ്യം. ചർമ്മവാദ്യം തോല് കൊണ്ടുണ്ടാക്കുന്നത്, അതാണ് തുകൽ വാദ്യം. അപ്പൊ ആ തിമില എന്ന് പറയുന്ന ഈ ഉപകരണം കുറേയും കൂടി വിസ്തരിച്ച് അതിനെ അഴിച്ച് കാണിച്ചു തരുകയൊക്കെ വേണം. എന്നാലാണ്, അതൊക്കെ ഇപ്പം അഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ നമുക്ക് സമയം ഇല്ലാത്തതിനാൽ നമുക്ക് ആ തിമില എന്ന ഉപകരണത്തെ പറ്റി മാത്രം പറയുകയാണ്. തിമില ചർമ്മവാദ്യമാണ്. അത് ചർമ്മം കൊണ്ടാണ് അതിൻ്റെ 2 കുറ്റി അപ്പുറത്തെ ഇപ്പുറത്തെയും തോലിട്ട്. ചർമ്മം വെച്ചാൽ തോല്. അതുകൊണ്ടത് ചർമ്മവാദ്യമാണ്, പക്കാ ചർമ്മവാദ്യമാണ്. അത് പ്രകാരം തന്നെ അത് മദ്ദളാണ്. അവിടെ ഇരിക്കുന്നത് മദ്ദളാണ്. മദ്ദളവും ചർമ്മവാദ്യം തന്നെയാണ്. പക്ഷേ ആ ചർമ്മവാദ്യത്തിന് ഇപ്പോൾ ആ കാണുന്ന ആ കറുത്തൊരു ഭാഗം കണ്ടോ? ആ കറുത്ത ഭാഗം മഷിയിടുക എന്നാ പറയാ, അല്ലെങ്കിൽ ചോറിടുക എന്ന് പറയും. തോലിൻ്റെ മുകളിൽ ചോറിടുന്ന ഒരു സമ്പ്രദായം. ആ തരത്തിൽപ്പെട്ട ഒരു വാദ്യമാണ് മദ്ദളം. മദ്ദളത്തെ പോലെ പിന്നെ ചോറിടുന്ന വേറെ ഒരു ഉപകരണമാണ് മൃദംഗം, തൊപ്പിമദ്ദളം. പിന്നെ വെസ്റ്റേൺ ഇതിലേക്കൊക്കെ കടന്നാൽ ബീനിയുണ്ട്, ഉപകരണങ്ങളുണ്ട്. അതൊക്കെ ഈ തോലിൻ്റെ മുകളിൽ ചോറിട്ടിട്ടുള്ളതാണ്. എന്തിനാ തോലിൻ്റെ മുകളിൽ ചോറിടുന്നത് അല്ലെങ്കിൽ മഷി ഇടുന്നത് എന്നൊരു ചോദ്യം. ഇങ്ങനെ മഷി ഇട്ടാലെയാണ് അത് ശ്രുതിച്ചേർക്കാൻ പറ്റുള്ളൂ എന്നാ പറയാം. മറ്റ് സാധാരണ ചർമ്മവാദ്യങ്ങൾക്ക് ശ്രുതിയിൽ ചേർക്കാൻ പറ്റില്ല. അതിന് ഉണ്ടാവുന്ന ഒരു ശ്രുതി അത്രേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് മഷി ഇട്ട് കഴിഞ്ഞാൽ ആ ഉപകരണങ്ങളെ ശ്രുതി ചേർക്കാൻ പറ്റും. അപ്പൊ ചർമ്മവാദ്യത്തിലെ ഒരു വിഭാഗം മാറി, വ്യത്യാസം വന്നു. ചർമ്മവാദ്യത്തിൽ തന്നെ പെട്ടതാണ് മദ്ദളമെങ്കിലും അത് മഷിയിട്ട വാദ്യങ്ങളിൽ പെട്ട ഒന്നായി.
അപ്പോൾ 2 തരത്തിലുള്ള വാദ്യങ്ങൾ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കാണ്. ഇടയ്ക്ക നേരത്തെ നമ്മുടെ സോപാന സംഗീതത്തിന് ഇവിടുത്തെ വായിച്ചു പോയി. ആ ഇടയ്ക്കൊക്കെ അതും ചർമ്മം തന്നെയാണ്. ചർമ്മത്തിൽ കൂടെ പ്രധാനമായിട്ട് വരുന്നത് 2 തന്ത്രികൾ അതിൽ വരുന്നുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഈരയാണ്. ഈരയ്ക്കാവാം, കമ്പിയാവാം, ഒക്കെ ആവാം. ആ കുറ്റിയുടെ നടുക്ക് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചർമ്മത്തിൻ്റെ മുകളിൽ കൊട്ടുമ്പോൾ ഈ തന്ത്രിയിൽ തട്ടിയിട്ട് അത് പ്രകമ്പനം കൊള്ളും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇടയ്ക്കയുടെ സുഖസുന്ദരമായുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പം അത് ചർമ്മമാണെങ്കിൽ കൂടി തന്ത്രിവാദ്യം കൂടിയാണ്. അതാണ് ഇടയ്ക്കയുടെ പ്രത്യേകത. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് കൊമ്പ്. കൊമ്പ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കൊമ്പ് സുഷിരവാദ്യമാണ്. അതായത് ഓട്ടയിൽ കൂടെ ശബ്ദം കേൾപ്പിക്കുന്നതാണ്. ഓടക്കുഴല്, കുഴല്, നാഗസ്വരം, ഇതൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതേമാതിരി തന്നെയാണ് ഘനവാദ്യം എന്ന് പറയുന്ന ഇലത്താളം. അതാണ് ആ ഇലത്താളം. അത് ഘനം എന്ന് പറഞ്ഞാൽ ലോഹമാണ്. അങ്ങനെ 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങളാണ് പഞ്ചവാദ്യം. പിന്നെ അതിൻ്റെ ചേരുവയ്ക്ക് അത് എത്ര തിമല വേണം, എത്ര മദ്ദളം വേണം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതിൽ അതിൻ്റെ ആ ശബ്ദ ചേരുവയ്ക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 5 തിമലയാണെങ്കിൽ അതിൽ 2 മദ്ദളാണ് ഉപയോഗിക്കുക. 5 തിമലയ്ക്ക് 5 താളം, 5 കൊമ്പ്, ഒരു ഇടയ്ക്ക. അങ്ങനെയാണ് ഒരു സാധാരണഗതിയിൽ ഒരു പഞ്ചവാദ്യത്തിൻ്റെ ഒരു ചേരുവ അങ്ങനെയാണ്. അപ്പം നമുക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ 5 വാദ്യങ്ങളാണെന്നും 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങളാണെന്നും അതുകൊണ്ടാണ് അതിനെ പഞ്ചവാദ്യം എന്നുള്ള പേര് വന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് മാത്രമാണോ പഞ്ചവാദ്യം എന്നുള്ള പേര് വന്നത് എന്നൊരു സംശയമുണ്ട്. 5 കാലങ്ങളാണ് പഞ്ചവാദ്യത്തിന് എന്നാ പറയുക. ഇവിടെ പഞ്ചവാദ്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ അന്നമനടയെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആധുനിക പഞ്ചവാദ്യത്തിൻ്റെ സൃഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശ്രീ അന്നമനട പരമേശ്വരമാരാരുടെ ജന്മസ്ഥലാണിത്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. അതന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം പഞ്ചവാദ്യത്തിൻ്റെ അലകും പിടിയും ഒക്കെ നേരെയാക്കി കൃത്യമായി ഒതുക്കി കൃത്യമായ ഒരു ഭാഷയിലേക്കാക്കി അതിന് ആധുനിക പഞ്ചവാദ്യത്തിൻ്റെ സൃഷ്ടാവായി അറിയപ്പെടുന്ന ഒരാളാണ് അന്നമനട പരമേശ്വരമാരാശാൻ. അദ്ദേഹം 1988 നമ്മെ വിട്ടിട്ട് പോയി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഞ്ചവാദ്യം, തിമിലവാദ്യം എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങൾ നമുക്കുണ്ട്. ആ 2 പുസ്തകങ്ങളാണ് ശാസ്ത്രീയമായ പഞ്ചവാദ്യത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പഞ്ചവാദ്യം അന്യം നിന്നു പോവില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആ ശാസ്ത്രീയമായ വശങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനും അതല്ലെങ്കിൽ ഇത് പഞ്ചവാദ്യം വൃത്തിയായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും ഉതകുന്ന തരത്തിൽ അദ്ദേഹം അത് ശാസ്ത്രീയമായി എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹാന്റെ മണ്ണിൽ നിന്നാണ് നമ്മളിപ്പോൾ നിങ്ങൾ ഒക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആ മഹാൻ പറഞ്ഞിട്ടുള്ളത് 5 കാലങ്ങളാണ് പഞ്ചവാദ്യത്തിന് എന്നാണ് പറയുന്നത്. 5 കാലങ്ങളാണ് പഞ്ചവാദ്യത്തിന്. അപ്പം 5 വാദ്യങ്ങളുമാണ്, 5 തരത്തിൽപ്പെട്ട വാദ്യങ്ങളുമാണ്, 5 കാലങ്ങളുമാണ്. അതുകൊണ്ട് പഞ്ചവാദ്യം, പഞ്ചം എന്ന് പറഞ്ഞാൽ 5, നമുക്കെല്ലാവർക്കും അറിയാം. 5 വാദ്യങ്ങൾ ചേർന്നതാണ് പഞ്ചവാദ്യം. ആ പഞ്ചവാദ്യത്തിൻ്റെ നാദം ഏത് മലയാളിയും എന്ന് വെക്കണ്ട, ഏത് മനുഷ്യനായാലും ഇല്ല, വളരെ ആനന്ദകരമായ ഒരു ശബ്ദം നൽകുന്ന ഒരു പഞ്ചവാദ്യം ആണത്. അല്ലെങ്കിൽ അത്രയും സുഖമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചവാദ്യത്തിന് കൂടുതൽ പഴക്കമായിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിലും അത് ജനഹൃദയങ്ങളിൽ എത്തുകയും അത് വളരെയധികം വളരെ വിപുലപ്പെടുകയും ഇന്ന് കാണുന്ന രൂപത്തിലൊക്കെ എത്തിപ്പെടാൻ
ചെയ്തത് അതിൻ്റെ ആ കർണാനന്ദകരമായുള്ള ആ ശബ്ദ ചേരുവയായിരിക്കാം എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയായാലും നമുക്ക് പഞ്ചവാദ്യത്തെ നമുക്ക് കുറച്ച് കൂടുതൽ പരിചയപ്പെടാം. ഈ സാധാരണഗതിയിൽ പഞ്ചവാദ്യത്തിൻ്റെ താളം എന്ന് പറയുമ്പോൾ, ഈ പഞ്ചവാദ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറേശ്ശെ കണക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പഞ്ചവാദ്യം ഒരു താളത്തിലാണ് പഞ്ചവാദ്യമുള്ളൂ. എന്താണ് താളം? താളം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അടന്ത താളം കേട്ടിട്ടുണ്ട്, ചമ്പതാളം കേട്ടിട്ടുണ്ട്, ചെമ്പട താളം കേട്ടിട്ടുണ്ട്, അങ്ങനെ പല താളങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനൊക്കെ അക്ഷരകാലങ്ങളെ കണക്കാക്കിയിട്ടാണ് ആ താളങ്ങൾക്ക് ഓരോരോ പേര് വന്നുള്ളത്. 7 അക്ഷരകാലമുള്ള ത്രിപുട എന്ന ഒരു താളത്തിനെ അധിഷ്ഠിതമാക്കിയിട്ടാണ് പഞ്ചവാദ്യം സൃഷ്ടിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ മുമ്പ് ചെണ്ടമേളങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെയും പല താളങ്ങളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പഞ്ചവാദ്യത്തിനെ കൃത്യമായ ഒരു താളത്തിൽ, ത്രിപുട താളത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് 5 കാലങ്ങളുമാണ്. 5 കാലങ്ങൾ വരുമ്പോൾ 3.5 അക്ഷരകാലം, 7 അക്ഷരകാലം, 14 അക്ഷരകാലം, 28 അക്ഷരകാലം, 56 അക്ഷരകാലം, അങ്ങനെ 5 കാലങ്ങൾ. അതെന്താണെന്നുള്ളത് നമുക്ക് വിസ്തരിച്ച് പറയാം. അങ്ങനെ 5 കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഞ്ചവാദ്യം നിലവിൽ ആദ്യമായിട്ട് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇപ്പം ഇന്ന് കാണുന്ന പഞ്ചവാദ്യങ്ങളൊക്കെ അതിൻ്റെ വിളംബകാലങ്ങളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ 56 അക്ഷരകാലത്തിലുള്ള പഞ്ചവാദ്യമാണ് ഒന്നാമത്തെ കാലം എന്ന് നമ്മൾ പറയുന്ന 56 അക്ഷരകാലം ഒന്നാമത്തെ കാലം. എന്താണ് ഈ 56 അക്ഷരകാലം? അക്ഷരകാലം എന്ന് പറഞ്ഞപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ വരുമ്പോൾ, ഇത് ഇങ്ങനെ പറയുമ്പോൾ ഇരിക്കും 56 അക്ഷരകാലങ്ങൾ. 56 സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന അടികൾ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 56 വരെ എണ്ണുന്ന ഒരു കാലയളവാണ് 56 അക്ഷരകാലമുള്ള ഒരു താളവട്ടം എന്ന് പറയുന്നത്. ഈ 56 അക്ഷരകാലമുള്ള താളവട്ടം 56 അക്ഷരകാലം വരെ തകതീകി തരികിട 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കത് കേട്ടാൽ മനസ്സിലാവില്ല, നമുക്കത് കൊട്ടാനും മനസ്സിലാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനെങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. 27 ഖണ്ഡങ്ങളായിട്ടാണ് ശാസ്ത്രീയമായി അതിനെ വിഭജിച്ചിട്ടുള്ളത് എന്നാണ് അന്നമനട പരമേശ്വരമാരാശാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. നമുക്കിവിടെ അത് 12 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിക്കൊണ്ടാണ് 8 അക്ഷരകാലം 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഒരു ഭാഗം, പിന്നെ 1, 2, 3, 4 അങ്ങനെ ഒരു ഭാഗം, അങ്ങനെ മുറിച്ച് കൊണ്ടുവന്ന് ഒരു പ്രത്യേക രൂപത്തിൽ ചിട്ടപ്പെടുത്തി ഇപ്പം 12 ഭാഗങ്ങളായിട്ട് കൂട്ടി വരുന്നതാണ് 56 അക്ഷരകാലത്തിലുള്ള നമുക്ക് താളവട്ടം. താളവട്ടം എന്ന് പറയുന്നത് പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, താളവട്ടം എന്ന് പറയുന്നത് ഓരോ കലാകാരനും ഇൻഡിവിജ്വലായിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊട്ടാനും അയാളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി കൊട്ടാനൊക്കെ പറ്റുന്ന ഒരു 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 ഘട്ടമാണ് താളവട്ടം. പിന്നെ അത് ഇപ്പം ചെണ്ടമേളങ്ങളിലൊക്കെ ഉണ്ട്. ചെണ്ടമേളങ്ങളിൽ ആ വക സ്വാതന്ത്ര്യങ്ങളില്ല. തായമ്പകയിലാണ് അവനവൻ്റെ സ്വാതന്ത്ര്യമായിട്ടൊക്കെ കൊട്ടാൻ പറ്റുന്ന ആ ഒരു അനുഭവം കിട്ടുന്നതാണ് താളവട്ടങ്ങളിൽ. ഒരു വ്യക്തിക്ക് അവരുടേതായുള്ള കലാവൈഭവങ്ങൾ കാഴ്ചവെക്കാനുള്ള സൗകര്യം. നേരെ മറിച്ച് കൂട്ടിക്കൊട്ട്, താളവട്ടം കൂട്ടിക്കൊട്ട് അങ്ങനെ 2 ഭാഗമാണ്. അതിൽ ആ കൂട്ടിക്കൊട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ട് കൂട്ടുന്നതാണ്, കൃത്യമായ എണ്ണങ്ങളോട് കൂട്ടിയിട്ടുള്ളത്. അതെല്ലാവരും ഒരുമിച്ചേ കൂട്ടുള്ളൂ. അപ്പോൾ അതൊരു ചെണ്ടമേളം കേൾക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തായമ്പകയുടെയും ചെണ്ടമേളങ്ങളുടെയും രണ്ടിൻ്റെയും സമന്വയ രൂപമാണ് പഞ്ചവാദ്യം. അതുകൊണ്ടാണ് ആ പഞ്ചവാദ്യത്തിന് ഇത്രയധികം പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് കേൾക്കാനും ആസ്വാദന വൃന്ദത്തെ കൂടുതൽ ഉണ്ടാക്കാനും സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
അപ്പം നമുക്കൊരു താളവട്ടം 56 അക്ഷരകാലത്തിലെ താളവട്ടത്തിനെ നമുക്ക് പരിചയപ്പെടാം. അതിന് 56 അക്ഷരകാലത്തിലെ താളവട്ടത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ വാദ്യങ്ങൾ എവിടെയൊക്കെ കാലം ചെയ്യുന്നതാണ് സൗകര്യം. അത് നിങ്ങൾ അത്യാവശ്യം ഇവിടെ കേട്ടിട്ടുള്ളതാണ്, അത്യാവശ്യം ഇവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ 56 അക്ഷരകാലത്തിനെ ഒന്ന് നമുക്ക് തുടങ്ങി കിട്ടണം. അതിന് കാലം നിരത്തുക എന്നാണ് പറയുക. ഇന്ന ഒരു കാലം ആ കാലത്തിൽ നിരത്തണം. അപ്പം അതിൻ്റെ താണകാലമുണ്ട്, 112 അക്ഷരകാലത്തിനുണ്ട്, അതിൻ്റെ താണകാലം പിന്നെയുണ്ട്. ആ കാലങ്ങളിലൊക്കെ കാലം നിരത്തുമ്പോൾ ഇതിനൊരു പ്രത്യേക കാലം നിരത്തണം. നമുക്ക് 56 അക്ഷരകാലത്തിലെ കാലം നിരത്താന്ന് പറയാം. 56 അക്ഷരകാലത്തിൻ്റെ കാലം ഇട്ട് കഴിഞ്ഞ് ആ 56 അക്ഷരകാലം 56 സെക്കൻഡ് വരെയുള്ള ആ ഭാഗമാണ് കാലം നിരത്തലായിട്ട് ആദ്യം ചെയ്യുന്നത്. ആ ചെയ്യുന്നത് തിമിലയിലാണ്. തിമില എന്ന ഉപകരണത്തിലാണ് കാലം നിരത്തൽ തുടങ്ങുന്നത്. ആ 56 അക്ഷരകാലത്തിൽ കാലം നിരത്തുമ്പോൾ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതിൽ ഒരു ഏതാണ്ട് പകുതി ഭാഗം വിരൽ കൊണ്ടുള്ള വിന്യാസങ്ങൾ മാത്രമായിട്ടും അതിനുശേഷം അതിൽ കൊട്ടുമായിട്ടാണ് കാലം നിരത്തൽ എന്ന് പറയുന്ന ഒരു സംഭവം. ആ കാലം നിരത്തൽ എങ്ങനെയാണ്, എന്താണ് വിരൽ വിന്യാസം, എന്താണ് കാലം നിരത്തൽ, നമുക്കതൊന്ന് ആ തിമിരയിലും ഇത് കേട്ടിട്ട് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തുടങ്ങുക സാധാരണഗതിയിൽ ശംഖ് വിളിച്ചിട്ടാണ് തുടങ്ങുക. 3 ശംഖ് വിളിച്ചതിന് ശേഷമാണ് പഞ്ചവാദ്യം തുടങ്ങുക. ആദ്യത്തെ ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ട് തന്നെ എല്ലാ കലാകാരന്മാരും റെഡിയായിട്ട് അവിടെ നിൽക്കും. രണ്ടാമത്തെ ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ട് ആ സദസ്സ് മൊത്തം അതിൻ്റെ ശ്രദ്ധകൾ അവിടെ കേന്ദ്രീകരിക്കും. പിന്നെ മൂന്നാമത്തെ ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ട് ഈ കലാകാരന്മാരുടെ എല്ലാവരുടെയും ഒരേ മനസ്സിലേക്ക് എത്തും. കുറേ ഒരു 10, 32, 42, 82, 62 ഒക്കെ കലാകാരന്മാർ നിരന്ന് നിൽക്കുന്നതാണ്. അപ്പം അവർ തുടങ്ങുന്നത് ഒരൊറ്റ നിമിഷത്തിൽ നിങ്ങോട്ട് തുടങ്ങണം. അങ്ങനെ തുടങ്ങണമെങ്കിൽ അവരുടെ എല്ലാവരുടെയും മനസ്സ് അവിടേക്ക് കേന്ദ്രീകരിക്കണം. ആ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ശംഖോട് കൂടിയിട്ട് അവരുടെ മനസ്സിനെ മുഴുവൻ കേന്ദ്രീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് പരിപാവനമായ ശംഖിൻ്റെ ആ ഒരു നാദം. അതോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുക. ആ ശംഖിപ്പപ്പോടെ വിളിക്കണില്ല. എങ്ങനെയായാലും ആ 5ാമത്തെ കാലത്തിൻ്റെ കാലം നിരത്തൽ എന്ന് പറയുന്ന ആ സംഭവം നമുക്ക് തിമിലയിൽ തന്നെ ഒന്ന് കേട്ടു നോക്കാം. കാരണം അത് ഇപ്പോഴത്തെ പഞ്ചവാദ്യങ്ങൾക്കൊന്നും ഈ കാലത്തിനത് വേണ്ടി വരില്ല. ദീപാരാധന പഞ്ചവാദ്യങ്ങളിലാണ് ഇത് വേണ്ടി വരാറുള്ളത് എന്ന് ആശാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് കാലം നിരത്തലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ശാസ്ത്രീയമായിട്ട് ഇവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ആ കാലം നിരത്തൽ ഒന്ന് നോക്കാം. ആദ്യം വിരലിട്ടാണ് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞത് 56 അക്ഷരകാലത്തിൻ്റെ കാലം നിരത്തലാണ് പറഞ്ഞത്. ഒരു കാലം നിരത്തുമ്പോൾ ഒരു കാലം എന്ന് പറയുമ്പോൾ ഒന്ന് തുടങ്ങണേൻപോ അതിനൊരു കാലം നിരത്തുക എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട്. ശംഖ് വിളിച്ച് കാലം നിരത്തിയിട്ടാണ് നമ്മളത് തുടങ്ങിയത്. 56 അക്ഷരകാലമാണെന്നിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്താണ് ഈ 56 അക്ഷരകാലം? 56 അക്ഷരകാലം ഒന്നിച്ച് ഒരു വിരൽ വെച്ചില്ലേ, നാ 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 എന്നിങ്ങനെ വിരൽ വെച്ചില്ലേ, അങ്ങനെ 56 വിരൽ വെക്കുന്നത്. അത് ഏതാണ്ട് സുമാർ ഒരു സെക്കൻഡാണെന്ന് പരമേശ്വരൻ മാരാശാൻ പറയുന്നത്.
56 സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു താളവട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 56 അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതിനെ ഒന്ന് ഭാഗിക്കണം, ഭാഗിച്ച് ചെയ്യണം. അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഭാഗക്രിയയാണ് ഇലത്താളത്തിൽ അവിടെ ചെയ്യുന്നത്. കൃത്യമായ ഒരു ഘടനയോട് കൂടിയിട്ട് ആണ് അവിടെ ചെയ്യുന്നത്. അവിടെ 56 അല്ല പിടിക്കുന്നത്, അവർ ഇരട്ടിയാണ്. എന്ന് പിടിക്കുക ഇലത്താളത്തിൽ. അപ്പോൾ 56 112 കണക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 56 ഭാഗമായിട്ട് വരുമ്പോൾ അതിനെ ഇങ്ങനെ ഭാഗിച്ച് കൊട്ടണം. നമ്മളിവിടെ ഏതാണ്ട് ഒരു 12 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ കൊട്ടുന്നത്. അതായത് 4 യൂണിറ്റ്, അല്ല 4ന്റെ 3 യൂണിറ്റ് ആയിട്ടാണ് ഈ 56 അക്ഷരകാലത്തിനെ കൊട്ടുന്നത്. ഓരോ കാലത്തിനെ കൊട്ടുന്നതിലും സ്വല്പ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം ഈ 56നെ കൊട്ടുന്ന കാര്യത്തിൽ ഒന്ന് പരിചയപ്പെടാം. ആ താളവട്ടം എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഓരോരുത്തർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിലുള്ള ആ താളവട്ടം. അപ്പം നമ്മൾ കാലനിരത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് ആ താളവട്ടത്തിനെ ഒന്ന് പരിചയപ്പെടാം. ആ താളവട്ടം എങ്ങനെയാണ് മുറിഞ്ഞിരിക്കുന്നത്, അത് എത്ര നീളമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ആദ്യത്തെ മുഖം എന്നാണ് അതിന് പറയുക. ആദ്യം കൊട്ടുന്നതിന് മുഖം എന്നാണ് പറയുക. 8 അക്ഷരകാലം ദൈർഘ്യമുള്ളതാണ്. അതൊന്ന് കൊട്ടു. മുഖം ഇതാണ് കൃത്യമായ അടിസ്ഥാനപരമായ മുഖം. ഒന്നും കൂടി കൊട്ടു. അക്ഷരകാലം എന്നാണ് അതിന് പറയാം. പിന്നെ അതിൻ്റെ പകുതിയാണ് അത് അടുത്ത ആളാണ് കൊട്ടുന്നത്. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു മൂന്നാമത്തെ കഷ്ണമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 8 വരുന്നത്. അത് 8 അക്ഷരാവട്ടെ. ആദ്യം ഒരു 8 കിട്ടി, അത് കഴിഞ്ഞിട്ട് 4 കിട്ടി, അത് കഴിഞ്ഞിട്ടൊരു 4 കിട്ടി, അത് കഴിഞ്ഞൊരു 8 കിട്ടി. അങ്ങനെയാണ് അത് കൊട്ടുന്നത്, ആ ഭാഗിച്ച് കൊട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു യൂണിറ്റാണ്. അതേമാതിരി പിന്നെ അടുത്ത യൂണിറ്റ് 1 2 1 2 അങ്ങനെ 4 ആളായാൽ അടുത്ത യൂണിറ്റ് ആവും. ആ അടുത്ത യൂണിറ്റ് ഈ 2 അക്ഷരകാലമുള്ളതാണ്. അതൊന്ന് കൊട്ടു. ആ 4 2 അക്ഷരകാലം കൊട്ടു. തോം തറ്റി കീട്ട തക്ക, തോം തറ്റി കീട്ട തക്ക. അപ്പോൾ ആ രണ്ടാമത്തെ യൂണിറ്റും കഴിഞ്ഞു. 2 അക്ഷരകാലം ദൈർഘ്യമുള്ള രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ 56നെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ദൈർഘ്യം ചെറിയതായതുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട പിന്നെ വീണ്ടും ഒരു 8, വീണ്ടും ഒരു 8, പിന്നെ ഒരു 3, ഒരു 5. അപ്പോൾ ഒരു 8 അക്ഷരകാലത്തിൽ ഒന്നായി, 8 അക്ഷരകാലത്തിൽ ഒരെണ്ണമായി, പിന്നെ 3 അക്ഷരകാലത്തിൽ ഒരെണ്ണമായി, 5 അക്ഷരകാലത്തിലുള്ള ഒരെണ്ണമായി. അപ്പം നമുക്ക് ആദ്യം 8 കിട്ടി, പിന്നീട് ഒരു 4 കിട്ടി, പിന്നീട് 4, പിന്നീട് 8. അപ്പോൾ 24ആയി. 1 8 8 2 16 16 24ആയി. അത് കഴിഞ്ഞാൽ 2ന്റെ 4 യൂണിറ്റ്. അപ്പോൾ അതൊരു 8ആയി. അപ്പോൾ 24 8 32ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8 പിന്നെ ഒരു 3 8. അപ്പോൾ 32ഉം പിന്നെ 3 8കളാണ്. 3 8കളാണ്. 1 8 8 7 3 24. അപ്പോൾ 32ഉം 24ഉം 56 അക്ഷരകാലമായി. ആ 56 നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ഇനി നമുക്കത് തുടർച്ചയായിട്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം. മൊത്തം അങ്ങനെ 3 യൂണിറ്റും 4 കഷ്ണങ്ങളായിട്ടുള്ള 3 യൂണിറ്റായിട്ടാണ് ഇത് കൊട്ടുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ അതിൻ്റെ ഒരു വശം. 56 അക്ഷരകാലം അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ ഇവിടെ അരങ്ങത്ത് ഉപയോഗിക്കുമ്പോൾ പഞ്ചവാദ്യത്തിന് സ്വതേ ഒരു സമ്പ്രദായമുണ്ട്.
ചെറുതാവും തോറും അതിനെ കൂട്ടിച്ചേർക്കും, വലുതാവും തോറും വീണ്ടും വീണ്ടും വിഭജിക്കുകയും ചെയ്യും. അത് അങ്ങനെയാണ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആസ്വാദകരിലേക്ക് എത്തിക്കാനും കൊട്ടാനും താളം പിടിക്കാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ വിഭജിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിഭജിച്ചിട്ടുള്ള ആ താളവട്ടം മുഴുവനായിട്ട് ഒന്ന് കേൾക്കാം. പന്ത്രണ്ട് കഷ്ണങ്ങളെ ഒന്നിച്ച് ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു താളവട്ടം കൂട്ടുന്നത്. ഇതാണ് താളവട്ടം ഇത് കൂട്ടുന്നത്. ഇപ്പം 4 ആളാണ് കൂട്ടുന്നതെന്ന് തിരിച്ചാൽ ഒരാൾക്ക് കിട്ടുന്ന കഷ്ണം മൊത്തം 3 കഷ്ണമാണ് കിട്ടുക. മൂന്ന് കഷ്ണമാണ് കിട്ടുക. അപ്പം അങ്ങനെ ഒരു യൂണിറ്റായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ യൂണിറ്റായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമുക്ക് ഇതിൻ്റെ കൃത്യമായ കണക്ക് മനസ്സിൽ ഓർമ്മ വയ്ക്കാനും ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശീലനമാണ്. അത് കൃത്യമായിട്ട് അതാണ് കണക്കുകളെ പറയാതിരിക്കാൻ. കണക്കുകളില്ലാണ്ട് പഞ്ചവാദ്യം പറ്റില്ല. പക്ഷെ കേൾവിക്ക് ആസ്വദിക്കാനും കണക്കിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ ആ ശബ്ദസുഖം തന്നെയാണ് നമ്മളെ എൻ്റെ എടുത്തിക്കുന്നത്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ കണക്കും കൂടെ അതിൻ്റെ പിന്നാലെ വേണ്ടി വരും. ഈ 56 താളവട്ടം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇതിപ്പോൾ ഇരട്ടികളായിട്ടൊക്കെ കൊട്ടാം. ഇതിപ്പോൾ തക്കദ്ദീമി 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 ആ ഒരു സ്പീഡിൽ അതിൽ മാത്രമേ കൂട്ടണുള്ളൂ. ഇപ്പം അത് കൊട്ടിയിട്ടുള്ളൂ. ഇനി അത് താളവട്ടം അവർക്ക് സ്വാതന്ത്ര്യമുള്ള പല ഇതിലായിട്ട് കൊട്ടാം. അങ്ങനെ ഇരട്ടികളിൽ നിനക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള കൊട്ടിക്കോളൂ. ഒന്ന് കൊട്ടു ആ താളവട്ടം മുഴുവൻ. അതിൽ ആ സ്ഥലത്തിൽ 8 അക്ഷരകാലത്തിൻ്റെ സമയത്ത് ഈ കലാകാരന്മാർക്ക് അവരുടേതായുള്ള എന്തൊക്കെ കഴിവുകളുണ്ടോ, ഇതിൻ്റെ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ എന്ത് തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിൽ കൊട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് അവിടെ ഒഴിഞ്ഞു കിട്ടുന്നത്. ഇത് താളവട്ടം. ഇതുപോലെ തന്നെയാണ് മദ്ദളത്തിൽ. ഇതിൻ്റെ ഭാഷ മദ്ദളത്തിലേക്കാണ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സമ്പ്രദായം തന്നെയാണ് മദ്ദളത്തിലും നമുക്ക് കൂട്ടുന്നത്. നമുക്ക് ആ മദ്ദളത്തിലെ താളവട്ടം കൊട്ടും ഇരട്ടിയായിട്ട് തന്നെ കൂട്ടിക്കോളൂ. അവിടെ മാറി മാറി കൊട്ടണമെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ മാറി മാറി കൊട്ടിക്കാം. 2 മദ്ദളം ഇല്ല, നമുക്ക് തൽക്കാലം ഒരു മദ്ദളേ ഉള്ളൂ. എന്നാലും കൊട്ടിക്കോളൂ.
കൊട്ടുന്ന അതേ സാധനം തിമിലയിൽ കൊട്ടുന്നപ്പോൾ അവിടെ മന്ത്രത്തിൽ ഒരാളെ ഉണ്ടായുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒന്ന് കൊട്ടിയുള്ളൂ മാത്രം. അതേ പ്രകാരം തന്നെയാണ് താളവട്ടം കൊട്ടുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടിക്കൊട്ടാണ്. നേരത്തെ താളവട്ടം എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, തായമ്പൊക്കെ കൂട്ടുന്ന അതേ എഫക്റ്റാണ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മേളം, ചെണ്ടമേളത്തിന് ഉള്ള അതേമാതിരി കൂട്ടായുള്ള പ്രവർത്തനമാണ് കൂട്ടിക്കൊട്ട്. ആ കൂട്ടിക്കൊട്ടാണ് എല്ലാവരും കൂടി ചേരുമ്പോൾ അത് നമുക്ക് വളരെയധികം ചെവിക്ക് ഇമ്പം തരുന്ന ശബ്ദമുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഈ തിമിലയുടെ കൂടെ അതേ സമ്പ്രദായത്തിൽ കൊമ്പ് വായിക്കും. കൊമ്പ് വായിക്കുന്നത് കുറച്ചും കൂടി കേൾവിക്ക് കുറച്ചും കൂടി സുഖമായിട്ട് കേൾക്കാൻ പറ്റുമത്. പക്ഷെ തൽക്കാലം ഇവിടെ കലാകാരന്മാർ എത്തിയിട്ടില്ല, അവിടുന്ന് ഇവരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ കൂടെ തിമിലയും കൂടി വേണം. ഇത് ചെറിയ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ളൊരു സാധനമാണ്. അതിൻ്റെ വിപുലമായ രൂപത്തിലുള്ള പഞ്ചവാദ്യം ഇതേ സംഗതികൾ തന്നെ അവിടെ കൊട്ടുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് മദ്ദളത്തിൻ്റെ ധർമ്മം എന്താ വെച്ചാൽ ഇവരുടെ കൊട്ടിന് പഴുതടച്ച് കൃത്യമായ താളം പിടിക്കുക, മേളം പിടിപ്പിച്ചുകൊണ്ടുള്ള താളം പിടിക്കൽ. ഇലത്താളക്കാരുടെ ക്രിയ എന്താ വെച്ചാൽ കൃത്യമായ താളം പിടിക്കൽ. ഇലത്താളക്കാർ എപ്പോഴും ആ ഘടനാപരമായുള്ള കൃത്യമായ താളം പിടിക്കലേ ഉള്ളൂ. ഞാനൊന്ന് ഓറലായിട്ടൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടിക്കൊട്ട്, ഇതിൻ്റെ കൂട്ടിക്കൊട്ട് ഒന്ന് ഇതാണ് ആ എല്ലാവരും കൂടി ചേർന്നുള്ള കുട്ടിക്കൊട്ട്. ഇനി ഇതിനെ ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ കാലം കയറി വന്നിട്ട് അതിങ്ങനെ പരമാവധിയിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആസ്വാദകരെ അതിലേക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ അതിലേക്ക് എത്തിപ്പെടുകയാണ്. എന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിട്ട് അടുത്ത കാലത്തിലേക്ക് അത് കാലം മാറുന്ന ഒരു സംഭവമാണ് ഉള്ളത്. നമുക്കത് ഏറ്റവും ലാസ്റ്റ് അത് തുടർച്ചയായിട്ടൊന്ന് കൂട്ടിയിട്ട് വന്നിട്ടൊന്ന് കാണാം. നമുക്ക് ഇവിടെ അത്ര സൗകര്യങ്ങളുള്ളതുകൊണ്ട് ചെറിയ ഇതും പിന്നെ സമയപരിമിതിയും കൊണ്ട് നമുക്ക് അടുത്ത ഇത് തന്നെ നേരത്തെ പറഞ്ഞു, ഇതിൽ നടകളെ പറ്റിയിട്ടൊക്കെ പറയാനോ അങ്ങനെ വിസ്തരിച്ച് പറയുമ്പോൾ ഇനിയും പറയാറുണ്ട്. ഖണ്ഡനടയിൽ ഇതിൽ മിശ്രനടയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നടകളെ കുറിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് വിസ്തരിച്ച് പറയുമ്പോൾ കുറേയും കൂടിയും സമയമെടുക്കും. എങ്കിലും ഈ തകതിമി തറ്റിക്കിട്ട എന്നുള്ളതിന് പകരം തക്കിട്ട അങ്ങനെയൊക്കെ ഇത് പറ്റും. അതിൻ്റെ സൗന്ദര്യാത്മകമായുള്ള ഇതാണ്. അതുകൊണ്ട് നമുക്ക് പഞ്ചവാദ്യം കേട്ട് പരിചയമുള്ള അതുകൊണ്ട് ആ ഖണ്ഡനടയിലുള്ള ആ ഒരു കൂട്ടിക്കൂട്ടും കൂടി നമുക്കൊന്ന് അവതരിപ്പിക്കാം. സൗന്ദര്യവർദ്ധനവയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഖണ്ഡനടകൾ, മിശ്രനടകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് 5 നടകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള നമുക്കത് കേട്ട് ശീലണ്ട കൊമ്പിൽ മാത്രമായിട്ട് ഊതുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അത് ഈ നടയിലാണ് അത് ചെയ്യുക. നമുക്കിവിടെ ഒരു എത്താത്തതുകൊണ്ട് അത് അവതരിപ്പിക്കാൻ നിവൃത്തിയില്ല. ഇത് പിന്നീട് ചതുരശ്രത്തിലേക്ക് ആക്കി നമുക്ക് ഈ കാലം സ്പീഡാക്കി അത് കലാശിക്കും.
അത് കലാശിച്ച് കഴിഞ്ഞാൽ പിന്നെ 28 അക്ഷരകാലത്തിൽ 56ന്റെ പകുതിയാണ് 28 അക്ഷരകാലമുള്ളത്. ഈ 28 അക്ഷരകാലത്തിൽ ഈ നേരത്തെ പറഞ്ഞ 5 കാലങ്ങളെ കുറിച്ച് പറഞ്ഞത് 56 അക്ഷരകാലം മുതൽക്ക് താഴത്തേക്ക് 5 കാലങ്ങളാണ് പറഞ്ഞത്. ഈ 56 അക്ഷരകാലത്തിൻ്റെ യാതൊരു സ്വഭാവവും ഇല്ലാത്തതാണ് 28 അക്ഷരകാലം. നേരെ മറിച്ച് ഇതിൻ്റെ താണകാലങ്ങൾ 56 അക്ഷരകാലത്തിൻ്റെ താണകാലങ്ങൾ പറയുന്നുണ്ട്. 112 അക്ഷരകാലത്തിലെ ഇടകാലം, 224 അക്ഷരത്തിലെ മൂന്നാമത്തെ കാലം, 448 നാലാമത്തെ കാലം, 896 ഒന്നാമത്തെ കാലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാലങ്ങളുണ്ട്. ആ കാലങ്ങളൊക്കെ ഈ 56 എങ്ങനെയാണോ അതേമാതിരി ഉള്ളതാണ്. അതിൻ്റെ ഘടനയ്ക്ക് ഇരട്ടികളായിട്ട് അക്ഷരകാലം വരുന്നത് മാത്രമാണ്. നേരെ മറിച്ച് ഈ 28 അങ്ങനെയല്ല, ഈ 56ന്റെ ഛായയിലുള്ളതല്ല. ആ 28ന്റെ ഛായയിലുള്ളതല്ല 14 അക്ഷരകാലത്തിൽ. അതിൽ കുറച്ച് വ്യത്യാസമുള്ളതാണ് 7 അക്ഷരകാലത്തിൽ, 3 അക്ഷരകാലത്തിൽ. അതുകൊണ്ട് തന്നെ ആവാം അന്നമനയുടെ പരമേശ്വരമാരാശാൻ പറഞ്ഞ ഇതാണ് 5 കാലങ്ങൾ, ബാക്കിയുള്ളതൊക്കെ 56ന്റെ ഡിറ്റോകളാണ്, ഇരട്ടികളാണ് എന്ന് പറയാനുള്ള കാരണം ശാസ്ത്രീയമായിട്ട് അതുകൊണ്ടാവാം എന്ന് തോന്നുന്നു. 5 കാലങ്ങളാണ് പഞ്ചവാദ്യത്തിനുള്ളത്. ഇന്നിപ്പോൾ ആരോട്ടും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, സമ്മതിക്കില്ല. അവർക്ക് പതികാലുണ്ട്, 2ാം കാലുണ്ട്, 3ാം കാലുണ്ട്, 4ാം കാലുണ്ട്, 5ാം കാലുണ്ട്, പിന്നെ ത്രിപുട വേറെയുണ്ട്, അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ആശാൻ പറയാൻ കാരണം ചിലപ്പോൾ ഇതായിരിക്കാം എന്ന് തോന്നുന്നു. എങ്ങനെയായാലും നമുക്ക് ആ വ്യത്യസ്തമായ 28 അക്ഷരകാലത്തിനെ ഒന്ന് പരിചയപ്പെടാം. ആ 28 അക്ഷരകാല ദൈർഘ്യം ഉള്ളത് ഒന്ന് ഒരു സ്പീഡിൽ, അതായത് 1 സെക്കൻഡ് എടുത്തും കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പകുതി ഏതാണ്ട് 21 സെക്കൻഡ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പകുതി 14ലേക്ക് ഇങ്ങോട്ട് എത്തുന്ന തരത്തിൽ 3 എണ്ണായിട്ടാണ് നമ്മളത് ശാസ്ത്രീയമായുള്ളൊരു അവതരണ രീതി. അപ്പോൾ അത് ആശാൻ്റെ പുസ്തകത്തിൽ എഴുതിയ പ്രകാരം തന്നെയുള്ള ആ അവതരണ രീതി, തികച്ചും ശാസ്ത്രീയമായ ആ അവതരണ രീതി നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ആ 28 ആയിരുന്നു. അത് കഴിഞ്ഞ ഇലത്താളം പിടിച്ചേർന്ന് കേട്ടാൽ ശ്രദ്ധിക്കാം. 1 2 3 4 5, 1 2 3 4 5, 1 2 3 4 5 6 7 8, 1 2 3 4 5 6 7 8. അപ്പോൾ 5 അടി ഒരു വീശ. അപ്പോൾ 6 6 6 12, 12 8 20, 20 8 28. അത് ആയി. അത് കഴിഞ്ഞ് അതിൻ്റെ മൂന്നാമത്തെ ആയപ്പോഴേക്കും അത് 14ആയിട്ട് മാറുകയാണ്. ത ത ത ത ധീം ത ത ധീം ത ത ധീം 14ലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് അതിങ്ങോട്ട് അടുത്ത കാലത്തിലേക്ക് എത്തുന്നത് എന്ന് കാണിച്ചു തരുന്ന പഞ്ചവാദ്യത്തിൻ്റെ കാലങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാലമാണ് ഇത്. ഇതിൽ താളവട്ടങ്ങളോ കൂട്ടിക്കൊട്ടുകൾ ഈ കൂട്ടിക്കൊട്ടായിട്ട് തന്നെയുള്ളൂ. ഇൻഡിവിജ്വൽ പെർഫോമൻസിന് യാതൊരു സാധ്യതയില്ലാത്ത ഒരു പ്രത്യേക ഭാഗമാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയമായ അവതരണം ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. അതിൽ മദ്ദളത്തിന് പ്രാധാന്യമില്ല. ഇതിന് താളം പിടിച്ചു കൊടുക്കുന്ന ഒരു ക്രിയ മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ താളവട്ടത്തിൽ ഇത് കൊട്ടുന്നത് മാത്രം, ഈ ഇപ്പം നേരത്തെ കൊട്ടി അതേ കൊട്ട് മാത്രമാണ് അതിൽ എത്തുന്നുള്ളൂ. അതോട് കൂടിയിട്ട് 14 അക്ഷരകാലത്തിലേക്ക് നമ്മളിങ്ങോട്ട് എത്തിപ്പെടുകയാണ്. ഈ 56 അക്ഷരകാലത്തിൻ്റെ മാതിരി അത്ര വിസ്തരിക്കാനുള്ള സ്ഥലം ഇല്ലേ ഇത്. ചിലത് അങ്ങനെ വേണ്ടി വരില്ലേ. ചിലത് നമുക്ക് പെട്ടെന്ന് ചില ഭാഗങ്ങൾ കഥകളിയിലൊക്കെ ഉണ്ടത് ശ്ലോകത്ത് കഴിക്കുക എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അതായത് ഒരു കഥ പറയുമ്പോൾ ഒരു പ്രത്യേക ഭാഗം ഒരു കുറച്ച് വാക്കുകളിൽ ഒതുക്കിയിട്ട് പിന്നെ അടുത്ത രംഗം കാണിക്കുക. ആ ഒരു സമ്പ്രദായമായിരിക്കാം ഇവിടെ ആശാൻ പിന്തുടർന്നുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് 14 അക്ഷരകാലത്തിലുള്ള ത്രിപുടയിലെ കൂട്ടിക്കൊട്ടാണ്. 14 അക്ഷരകാലത്തിലെ ത്രിപുട സാധാരണഗതിയിൽ ഇപ്പോൾ പുറമേ ഉള്ള
പഞ്ചവാദ്യങ്ങളൊക്കെ അത് കാണാതായിട്ടുണ്ട്. ഇവിടുന്ന് ഇതിലേക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് 7ലേക്ക് മാറും. 14 അക്ഷരകാലത്തിൽ ചില സംഗതികളില്ലേ അങ്ങനെ അന്യം നിന്ന് പോവുക, ഉപയോഗിക്കാണ്ട് മറ്റേ എന്താ പറയുക, കുറഞ്ഞൻ വാല് ഉപയോഗിക്കാണ്ട് വാലില്ലാണ്ട് മനുഷ്യനായി എന്നൊക്കെ പറഞ്ഞാൽ മറ്റും വരികയാണോ അന്ന് ശരി. എങ്ങനെയാലും ഈ 14 ഏതാണ്ട് ഇങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗുരുനാഥന്മാർ പഠിപ്പിക്കണം. ആശാനത് പ്രത്യേകം എഴുതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ പ്രത്യേകതകളെ കൂടിയിട്ടുണ്ട് ആശാൻ അത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അവതരണ രീതിയും കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതേവരെ ഇപ്പോൾ 56 അക്ഷരകാലം നിറഞ്ഞു കൊട്ടുന്ന ഒരു സമ്പ്രദായമാണ്. ആ കൊട്ട് ഇപ്പോൾ ഈ താളവട്ടം കൊട്ടി അത് പിന്നെ അതിൻ്റെ കാലം കയറ്റി വളരെ ഉദ്വേഗജനകമായ ആ ഒരു വേഗതയിലെത്തിയിട്ട് അടുത്ത കാലത്തിലേക്ക് കിടക്കുന്ന ഒരു സമ്പ്രദായം, മേളം പിടിപ്പിച്ച് കൊട്ടുന്ന ഒരു സമ്പ്രദായം. ആ ഒരു ഘട്ടം കഴിഞ്ഞു അവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വായനകളുടെ കാലമാണ്. ത്രിപുട എന്ന് പറഞ്ഞാൽ വായനയാണ്. നമുക്ക് ആദ്യത്തെ ത്രിപുടയിൽ 2ാമത്തെ ത്രിപുടയിൽ വായിക്കാൻ പറ്റുമോ നോക്കാം. എങ്ങനെയും ആദ്യത്തെ ത്രിപുടയിൽ ആ കൂട്ടിക്കൊട്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ത്രിപുടയിൽ സാധാരണ കൂട്ടിക്കോളൂ. ഭാഗങ്ങളാണ്. 1, 2, 3 അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഇത് കൊട്ട. അങ്ങനെ 7 എണ്ണം. ഇരട്ടി വരും, കൊട്ട ഇരട്ടി വരും. ഭാഗമായിട്ടാണ് ഇത് കൂട്ടി വരുന്നത്. ആദ്യം പതിഞ്ഞ കാലത്തിൽ തത്തോങ്കിട്ടത്തോം എന്ന് പതിഞ്ഞ ഭാഗം, അത് 3 താളവട്ടാണ്, 3 14കൾ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതും തരികിട്ടതോം അതിൻ്റെ ഇരട്ടി ഭാഗങ്ങളാണ്. അത് 2 എണ്ണം. പിന്നെ തരി കലാശ ഭാഗങ്ങൾ. അങ്ങനെ 3, 2, 2 3 + 2 + 2 എന്ന ഒരു കണക്ക് അവിടെ നമ്മൾ അറിയാണ്ട് കടന്നു വരുന്നുണ്ട്. അതൊക്കെ അത് മറ്റേ പഠിക്കുമ്പോൾ പിന്നെ അത് വേണമല്ലോ, കൂടാണ്ട് കഴിയില്ലല്ലോ. ശാസ്ത്രീയമായിട്ടുള്ളൊരു അവതരണ രീതിയാവുമ്പോൾ അങ്ങനെ വേണം. ഇത് 14 അക്ഷരകാലത്തിൽ ആശാൻ എഴുതിയിട്ടുള്ള 14 താളവട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള 1-2 കൂട്ടിക്കുട്ടുകളും കൂടി ആശാൻ കൊട്ടാറുണ്ട്. എങ്ങനെയായാലും അത് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എങ്ങനെയായാലും അതിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. ആ ധിത്ത എന്നുള്ള വെച്ചിട്ടുള്ള കൂട്ടിക്കൊട്ട എല്ലാവരും 3 നമുക്കാണ്. ഒരു താളവട്ടം അങ്ങനെ 3 എണ്ണം. 3 3
വ്യത്യസ്തമായുള്ള ഒരു കൂട്ടിക്കോട്ടാണ്. സാധാരണ പഞ്ചവാദ്യങ്ങൾക്ക് ഇത് കേൾക്കാറില്ല. ആശാൻ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചുള്ള കാര്യമാണത്. സാധാരണ അങ്ങനെ, പക്ഷേ ഇതൊക്കെ ആ വേണ്ട മാതിരി കുറേ മദ്ദളങ്ങളും 5-8 മദ്ദളങ്ങളും അത് തിമലിയും കൊമ്പൊക്കെ ചേർന്നിട്ട് കൃത്യമായിട്ട് ഇത് കേൾക്കുകയാണെന്ന് ചോദിച്ചാൽ അത് കേൾവിക്ക് വളരെയധികം ഭംഗിയുള്ള സംഗതിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആസ്വാദകർക്ക് ആ ഹരം കൊള്ളിക്കുന്ന ഒരു സാധനമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോഴേക്കും ഇതൊന്നും കൊട്ടാനുള്ള സമയം ഇല്ലാതെയാവും. അപ്പോൾ ഇത് അവതരിപ്പിക്കപ്പെടാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് അവതരിപ്പിക്കപ്പെടാണ്ട് പോവരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ, അതായത് അവരെ കുട്ടികളെ കൊണ്ടെങ്കിലും അത് അവതരിപ്പിക്കാനും അങ്ങനെ ചില സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനും കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആണത് പറഞ്ഞത്. ഇതേമാതിരി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. തോങ്കത്തത്തോം എന്നുള്ള ആ ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ പതിവില്ലാത്തതുകൊണ്ടാണ് അവർക്കിങ്ങനെ ചില സംശയമാവണത്. അത്രയേ ഉള്ളൂ. സാധാരണ കുട്ടികളല്ലേ, സാധാരണയായിട്ടിത് പതിവില്ല. അപ്പോൾ അന്നത് വേണം എന്ന് പറഞ്ഞിട്ട് അവരത് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അതാണ് അങ്ങനെയാണ് അതിൻ്റെ കൃത്യമായുള്ള ഒരു അവതരണ രീതി. നമുക്കതൊക്കെ തിരിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 7 അക്ഷരകാലത്തിലുള്ള 14 കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 7 അക്ഷരകാലത്തിലുള്ള ഇതേ പ്രകാരത്തിലുള്ള ഇതിൻ്റെ സമ്പ്രദായമായിട്ടുള്ള ആ കൂട്ടിക്കൊട്ട്. അത് കഴിഞ്ഞാൽ 3.5 അക്ഷരകാലത്തിലുള്ള കൂട്ടിക്കൊട്ട്. ഈ കൂട്ടിക്കൊട്ടൊന്ന് കൂട്ടിക്കോളൂ. 7 അക്ഷരകാലേ ഉള്ളൂ.
ആയിട്ടുള്ള കൂട്ടിക്കൂട്ടലേക്ക് നമ്മൾ പ്രവേശിച്ചു. 7 പോയിട്ട് 3:30, 3:30 പോയിട്ട് അതങ്ങനെ ചെറുതായി ചെറുതായി ഏകതാളത്തിലേക്ക് എത്തുന്ന ഒരു സമ്പ്രദായം. അതായത് ഇപ്പം നമ്മൾ 56 തുടങ്ങി, 56 തുടങ്ങിയിട്ട് അത് 28 എത്തി, 28 തുടങ്ങിയിട്ട് അത് 14 എത്തി, 14 കാലം മാറി 3:30 എത്തി, 7 എത്തി, 7 3:30 എത്തി. 3:30 കഴിഞ്ഞാൽ പിന്നെ അത് ഏകതാളത്തിലേക്കാണ് നമ്മളത് എത്തിപ്പെടുക. അത് ആ ഒരു ഏകതാളത്തിലേക്ക് എത്തിപ്പെടുന്ന പ്രക്രിയ ഇത് ആദ്യം തുടർന്നിട്ട് പിന്നെ അതിൽ തക്കിട്ടത്തവും എന്നുള്ളത് ഇത് കൂട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ തക്കിട്ടത്തോ എന്നുള്ള കൂട്ടിയിട്ട് അങ്ങനെ ഏകതാളത്തിലേക്ക് എത്തിയിട്ട് ആ ഏകതാളത്തിലെത്തിയിട്ട് തിമല പഞ്ചവാദ്യം കലാശിക്കുന്നത് വരെ തുടർച്ചയായിട്ട്. പഞ്ചവാദ്യം ഇങ്ങനെയാണ് കലാശിക്കുന്നത്. അതായത് 56 തുടങ്ങി 28 എത്തി, 28 തുടങ്ങി 14 എത്തി, 14 7 എത്തി, 3:30 എത്തി. അതിനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ കൂർപ്പിച്ച് കൊണ്ടുവന്ന് ഏകതാളത്തിലെത്തിയിട്ട് അവസാനിക്കുന്ന ഒരു രീതിയാണ്. മേളങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ പഞ്ചവാദ്യത്തിന് കുറേയും കൂടിയും അതിൻ്റെ വിവിധ ഉപകരണങ്ങളുടെ പ്രത്യേകതകളെ കൊണ്ടും അതിൻ്റെ ആ ഘടനയുടെ പ്രത്യേകതകളെ കൊണ്ടും അതിൽ കൊട്ടുന്ന സംഗതികളുടെ ഒരു വൈശിഷ്ട്യം കൊണ്ടും അത് കുറേയും കൂടിയും അങ്ങനെ കൂർത്ത് എത്തിക്കുന്ന ഒരു സമ്പ്രദായം അത് കൂടുതലുണ്ട്. അത് തന്നെയാണ് സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും അതങ്ങനെ ഒരു ഉദ്വേഗം അതിനുണ്ടാക്കുകയാണ്. കാലം ഇങ്ങനെ കുറേശ്ശെ തള്ളി വരുന്നു. അക്ഷരകാലങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ അതിലേക്ക് അങ്ങോട്ട് മുഴുകുകയാണ്. സാധാരണ പാലക്കാട് മണിയേര് മൃദംഗത്തിലെ അതിവിദ്വാനായുള്ള അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട്, ഒരു കച്ചേരിക്ക് മൃദംഗം വായിക്കുകയാണെന്ന് ചോദിച്ചാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം വായിച്ചു കഴിഞ്ഞാൽ
ഇരിക്കുന്ന ജനങ്ങളിൽ ഓരോരുത്തരായിട്ട് നീട്ടു പോകുന്നു. നേരെ മറിച്ച് ഒരു പഞ്ചവാദ്യോ ഒരു തായമ്പകയോ ഒരു മേളമാണെങ്കിൽ ആ പുറമേ നിന്നുള്ള ആൾക്കാരിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ കൂടുകയും ചെയ്യും. അങ്ങനെ അത് ആ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മനസ്സിനുള്ള ഒരു ഉദ്വേഗം തരാൻ ഏറ്റവും ഒരു പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായുള്ള ഒരു വാദ്യ മേഖലയാണ് കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് ഉള്ളത്. അതാണ് മേളകല, തായമ്പക, പഞ്ചവാദ്യം. ഇത്രയധികം മേളങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്രയധികം വളരെ താണകാലങ്ങളിലുള്ള അതും 2-3 മണിക്കൂറൊക്കെ നേരം മനുഷ്യനെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഈ മഹത്തായ കല അത് ശാസ്ത്രീയമായി തന്നെ നമുക്ക് പരമേശ്വരമാരാശാനായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോഴും ശാസ്ത്രീയമായിട്ട് അതിന് നിലനിൽക്കുന്നു. അത് ആ ശാസ്ത്രീയമായ വഴികളാണ് ഇവർ അത് അവതരിപ്പിച്ചത്. ഇനി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിന് പൊന്നാടി അണിയിക്കാൻ ശ്രീ കാലടി കൃഷ്ണയ്യർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പഞ്ചവാദ്യം തിമിലയായാലും മദ്ദളമായാലും കൊമ്പായാലും ഇലത്താളമായാലും എല്ലാം പ്രയോഗിക്കുന്ന ധാരാളം വാദകർ നമുക്കുണ്ട്. അതുതന്നെയും വളരെ സവിശേഷമായ രീതിയിൽ അവതരിപ്പിക്കുന്നവരുമുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു ഗുണം കരിയന്നൂരിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ സംസാര ഭാഷയാണ്. കൊട്ടുഭാഷയെ എങ്ങനെ അക്ഷരത്തിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാം എന്ന് ഇത്രയും വിവരമുള്ള ഇത്രയും വൈദഗ്ധ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു കലാകാരൻ ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലത്തിലെ കുട്ടികൾ അത്രമണ്ട് ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നത്. കുട്ടി കാണിച്ചു കൊടുക്കും, കൊട്ട് പഠിക്കും, പക്ഷേ അതിലെ സംഗതി പറഞ്ഞു കൊടുക്കാനും മൂന്നാമതൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വിവക്ഷിക്കാനുമുള്ള കഴിവ് കരിയന്നൂരിനോളം ആർക്കുമില്ല. അതുമാത്രമല്ല, നൂതന ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ താളഘടനയൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കിക്കാമെന്നുള്ള ഒരു പഠനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ അടുത്തുള്ള അന്നമതട പരമേശ്വരന്മാരാർ എന്ന് പറയുന്ന ഒരു വിചക്ഷണൻ ഈ പഞ്ചവാദ്യത്തിന് വേണ്ടി ചെയ്ത മഹാകാര്യങ്ങൾ ഒരു പക്ഷേ നാട്ടുകാർക്ക് പോലും അറിവുണ്ടാവില്ല. അദ്ദേഹം വെറുതെ ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കി എന്നത് മാത്രമല്ല, അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായി ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന പഞ്ചവാദ്യ വിദഗ്ധന്മാരെ കൊണ്ടെല്ലാം ഒരു പരിപാടി അവതരിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആലേഖനവും എഴുത്തും എല്ലാം ചെയ്തിട്ടുള്ള ഒരു മഹാമനീഷിയാണ് ഈ അന്നമനട പരമേശ്വരന്മാരാർ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ ലഭിക്കാനില്ല. അത് കലാമണ്ഡലം ഇപ്പോൾ എടുത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൽ ഒരു പക്ഷേ പരമേശ്വരന്മാരാരുടെ പുസ്തകം നമ്മളൊക്കെ വായിച്ചാൽ ഒരു പേജ് കഴിഞ്ഞാൽ നമ്മളത് നിർത്തും. കാരണം അത് മുഴുവൻ ആ തായും തൂയും വെച്ചിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അതൊന്നും നമുക്ക് പിന്നെ വായിക്കാൻ തോന്നില്ല. പക്ഷേ കരിയന്നൂർ നമ്പൂരി ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് അത് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് ആ തായും തൂവും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കേൾക്കാവുന്ന രീതിയിലേക്കും കൂടിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനം ആ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസിദ്ധീകരണം ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കും. പല വാദ്യ കലകളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന വാദ്യ സംവിധാനങ്ങളുടെയും എല്ലാം നൂതന പ്രവണതകളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് അതെല്ലാം ഈ വാദനത്തിൽ ഉൾപ്പെടുത്തി വരുന്ന ഒരു ഉത്പതിഷ്ണുവായ കലാകാരനാണ് ശ്രീ കരിയന്നൂർ നമ്പൂരി. ഇന്ന് ഇങ്ങനെ ഈ ഒരു പരിപാടിക്ക് അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിന് ഉള്ള നന്ദി എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം അത്രയും തിരക്കുള്ള ഒരു കലാകാരൻ കൂടിയാണ്, ഉത്സവ സീസണും കൂടിയാണെന്ന് ഓർക്കുക. ഇതെല്ലാം മാറ്റിവെച്ച് കുട്ടികൾക്കുള്ള ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ ആശാനോടുള്ള ഒരു സ്നേഹവും കൂടി മുൻനിർത്തി ആണ് അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത്. അതിൽ ആ പരിപാടിയുടെ ഇടയിൽ ഒരു ചെറിയ തടസ്സം ഞങ്ങളാൽ നേരിട്ടതിൽ അത്യന്തം ഖേദമുണ്ട്. അതിന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു പൊന്നാട അണിയിക്കുന്നതിനെ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് സഹർഷം ചെയ്യുന്നു. കരിയന്നൂരിനും സംഘത്തിനുമുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് നമ്മളുടെ സെക്രട്ടറിയായ ശ്രീ MNS നായർ.